അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വിശേഷം? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നല്ല രുചികരമായിട്ടുള്ള ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയുമാണ്. ഇതിനായി ഫ്രൈഡ് റൈസിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ. അതിനായി ആദ്യമായി ചെമ്പ് സ്റ്റൗവിൽ വെച്ച് അത് ചൂടായതിന് ശേഷം വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്കൊരു വലിയ ഉള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ ഒരു 10-15 ബീൻസും 2 വലിയ ക്യാരറ്റും ഒരു വലിയ ക്യാപ്സിക്കം മുളകും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഈ വെജിറ്റബിളൊക്കെ നന്നായി ഇളക്കിയതിന് ശേഷം 2 മാഗി ക്യൂബ് എടുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. മാഗി ക്യൂബ് ചേർത്താൽ ഈ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. ഒരു ലേശം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് 1 ടീസ്പൂൺ പേസ്റ്റ് ഇതിലേക്ക് ഉപയോഗിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്ക് 4-5 മുട്ട ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വറുത്തെടുത്ത മുട്ടയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചത് ചെറുതായിട്ട് പീസാക്കിയിട്ട് അതും ഈ ഫ്രൈഡ് റൈസിൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടിയിൽ പിടിക്കാതെ അങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗോൾഡൻ്റെ വൈറ്റ് റൈസാണ് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ളത്, ബസുമതിയുടെ. ഇത് നന്നായി കുക്കായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബസുമതി റൈസ് കുറച്ചായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല ഇങ്ങനെ ഇളക്കി വേണം ഇട്ട് കൊടുക്കാൻ. അങ്ങനെ റൈസ് മൊത്തത്തിൽ അങ്ങനെ ഇട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെമ്പ് മെല്ലെ തട്ടിയിട്ട് വേണം യോജിപ്പിക്കാൻ, അല്ലെങ്കിൽ ചോറ് ചിലപ്പോൾ ഉടയാൻ സാധ്യതയുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ കടായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? ചിക്കൻ കടായിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അതിനായി ചിക്കൻ നന്നായി പൊരിച്ചെടുക്കുക. പിന്നെ അതിലേക്കൊരു 3-4 വലിയ ഉള്ളിയും 3 തക്കാളിയും ഒരു വലിയ ക്യാപ്സിക്കം മുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി അതിലേക്കിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പാകത്ത ഉപ്പും ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. പിന്നെ ഇതിലേക്കായി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തത് ഈ ഉള്ളി വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളിയും ക്യാപ്സിക്കം മുളകും ഇട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ 2.5 ടീസ്പൂൺ മുളക് പൊടിയും ചപ്പും കരിവേപ്പിലൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് നന്നായി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇതിനായി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇത് കുക്കായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ പൊരിച്ച് വെച്ചത് ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ സോയാ സോസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസ് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം സ്റ്റൗ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ രുചികരമായ ഫ്രൈഡ് റൈസും ചിക്കൻ കടായും ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ലൈക്കൊന്നും മറക്കല്ലേ.